ഹായ് മക്കൾസ്, ഓണപ്പരീക്ഷ കഴിഞ്ഞു. ഓരോ ദിവസങ്ങളിലായിട്ട് ഓരോ ടീച്ചേഴ്സ് നിങ്ങൾക്ക് പേപ്പർ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? പേപ്പർ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ തമ്പ് കണ്ട് വന്നതായിരിക്കും പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന്. സാധാരണ ഞാനൊക്കെ പേപ്പർ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഒന്നാമത്തെ ഉടായ്പ് കാണിച്ചത് ആ ഉടായ്പ് കാണിക്കരുത് മക്കളെ, അത് എനിക്ക് തെറ്റിയൊരു അബദ്ധമായിരുന്നു. കാരണം അന്ന് അത് മാത്രമായിരുന്നില്ല, നമ്മുടെ വീട്ടുകാർ അല്ലെങ്കിൽ പാരൻസ് നന്നായിട്ട് വഴക്ക് പറയും. സത്യം പറഞ്ഞാൽ നന്നായിട്ട് പുറം നോക്കിയിട്ട് കിട്ടിയിട്ടുമുണ്ട്. അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാം. ഓരോ പേപ്പർ കൊണ്ട് പോകുമ്പോഴും പുറം നോക്കിയിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത് നിങ്ങൾ ഇനി ചെയ്യരുത്. എന്താണ് സാറേ അത് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്താണ് ചെയ്യാൻ പാടില്ലാത്ത കാര്യം? ചിലപ്പോൾ നമ്മുടെ പേപ്പറിൽ ഒരു 2 മാർക്കിന്ന് കിട്ടിയെന്ന് കിട്ടും, 2 മാർക്കിന്ന് കാണും. അപ്പോൾ നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ എന്തായിരിക്കും, 1 റെഡ് മഷി ഇട്ടിട്ട് 1 ഇട്ടെടുക്കും. എന്നിട്ട് വീട്ടുകാരെ കൊണ്ട് കാണിച്ചു, ഇതാ അമ്മ എനിക്ക് 12 മാർക്ക് ഉണ്ടല്ലോ. അങ്ങനെ അല്ലെങ്കിൽ ചിലപ്പോൾ 2 ഇപ്പുറത്തിട്ട് കഴിഞ്ഞാൽ അപ്പുറത്തൊരു 4 മാർക്ക് ഇട്ട് കൊടുക്കും. അപ്പോൾ എങ്ങനെയായി, 24 മാർക്ക്. അപ്പോൾ നമ്മുടെ പാരൻസ് വിചാരിക്കും, ഓ അടിപൊളിയാണല്ലോ. ഇത് നമ്മൾ സ്ഥിരമായി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ വീട്ടുകാർ നമ്മളെ എന്താ വിചാരിക്കുക, ശരിക്ക് വീട്ടുകാരറിയണം നമ്മൾ എന്താണെന്നുള്ളത്. ആദ്യം നമ്മൾ എന്താണെന്ന് അറിയേണ്ടത് നമ്മുടെ പാരൻസ് തന്നെയാണ്, നമ്മുടെ രക്ഷിതാക്കളാണ് നമ്മൾ എന്താണെന്ന് അറിയേണ്ടത്. അതിനേക്കാൾ ഉപരി എന്താണ്, നമ്മളാണ് അറിയേണ്ടത് നമ്മുടെ കാര്യങ്ങൾ, ഞാൻ എന്താണ്. അപ്പം നമ്മൾ ഓൾറെഡി അറിഞ്ഞു കഴിഞ്ഞു. നമ്മുടെ പേപ്പർ കിട്ടിക്കഴിഞ്ഞപ്പോഴും പരീക്ഷകളൊക്കെ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്താണ് ഞാൻ എന്നുള്ളത്. പഠിച്ചതൊക്കെ ഓർമ്മയിൽ നിൽക്കുന്നുണ്ടോ, അതോ ഞാൻ പഠിച്ചത് തന്നെയാണോ വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ പഠിച്ചിട്ടില്ലേ, എല്ലാതും ഞാൻ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് വെച്ചാൽ നമ്മളെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെപ്പറ്റി കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം അത് എന്ത് തന്നെയാവട്ടെ. ഇപ്പം ചെറിയൊരു പ്രശ്നങ്ങൾ വരുമ്പോഴേക്കും നമ്മൾ ആകെ എനിക്കിനി കഴിയില്ല അങ്ങനെ പറയുന്നവരാണോ, അതോ ചെറിയ ചെറിയ പ്രശ്നങ്ങളെയും അടിപൊളിയായിട്ട് പ്രശ്നമില്ല, എനിക്ക് പ്രശ്നമില്ല, ഞാനത് മറികടക്കും, ഇങ്ങനെ പറയുന്നവരാണോ, അല്ലെങ്കിൽ എക്സ്ട്രാ ധൈര്യം പ്രകടിപ്പിക്കുന്ന ആളുകളാണോ? എന്ത് തന്നെയാണെങ്കിലും നിങ്ങളെപ്പറ്റി മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ, നിങ്ങളെ കഴിഞ്ഞാൽ ഒന്നാമത്തെ വ്യക്തികളെന്ന് പറഞ്ഞാൽ അത് പാരൻസ് തന്നെ. അത് ചിലപ്പോൾ അമ്മയായിരിക്കാം, അല്ലെങ്കിൽ അച്ഛനായിരിക്കാം, ഒരു പക്ഷേ പാരൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ബ്രദർ ആയിരിക്കാം, സിസ്റ്റർ ആയിരിക്കാം, ആര് തന്നെയാണെങ്കിലും അതാണ് രണ്ടാമത്തെ കാര്യം. അപ്പോൾ അവരെ നിങ്ങൾ ഒരിക്കലും പറ്റിക്കാതിരിക്കുക. അവരെ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് എത്ര തന്നെ ആവട്ടെ, നിങ്ങൾ അവരെ ഒരിക്കലും എന്ത് ചെയ്യരുത്, പറ്റിക്കരുത്. അവരോട് പറയാം, അമ്മ എനിക്ക് കിട്ടിയ മാർക്ക് 2 മാർക്കാണ്, അല്ലെങ്കിൽ ഉമ്മ എനിക്ക് കിട്ടിയ 2 മാർക്കാണ്, ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്. അപ്പോൾ അവരെന്തായിരിക്കും, നിങ്ങളുടെ തോളത്ത് തട്ടിയിട്ട് പറയും. എന്തായാലും വഴക്ക് പറയില്ല, നിങ്ങൾ അങ്ങനെ കാണിച്ചു കൊടുത്താൽ. ജസ്റ്റ് ആദ്യമൊക്കെ ചെറിയ ചീത്ത പറയും, അത് സ്വാഭാവികമായിട്ട് കൊള്ളേണ്ടവരാണ്. എടാ ശരിക്കും നമ്മുടെ ഉമ്മൻ്റെ അല്ലെങ്കിൽ ഉപ്പൻ്റെയൊക്കെ നമ്മൾ ചീത്ത കേൾക്കണം, അങ്ങനെ തന്നെ വളരണം. അല്ലാതെ വെറും അതൊന്നും കേൾക്കാതെ നമ്മളിങ്ങനെ വലുതായി പോയി പെട്ടെന്ന് വെച്ചിട്ട് വേറെ ഏതെങ്കിലും ജോലി സ്ഥലത്ത് നിന്ന് ആരെങ്കിലും എന്തെങ്കിലും ചീത്ത പറയുമ്പോഴേക്കും അയ്യോ എനിക്ക് പറ്റണില്ലെന്നോ നമ്മൾ പറയും. അപ്പോൾ ചെറുപ്പത്തിൽ നമ്മൾ ഈ ചീത്തൊക്കെ കേൾക്കണം, അത്യാവശ്യം കേൾക്കണം, നന്നായിട്ട് കുറച്ചൊന്ന് തല്ലൊക്കെ കുടുങ്ങണം. സത്യം പറയാം, അപ്പോഴേ നമുക്കൊരു ഇനിയിപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും കളിയാക്കി കഴിഞ്ഞാൽ തന്നെ ഇതൊക്കെ എന്ത്, ചെറുപ്പത്തിലെ ഞാൻ ഇതൊക്കെ കേട്ട് വളർന്ന ആളുകളാണ്. അപ്പോൾ നമുക്കത് വലിയ പ്രശ്നമുള്ള കാര്യമില്ല. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളെ പാരൻസിനെ പറ്റിക്കാതിരിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവർ നിങ്ങളെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ വിശ്വാസം നിങ്ങൾ മുതലെടുക്കാതിരിക്കുക എന്നുള്ളത്. അവരോട് സത്യസന്ധമായിട്ട് പറയാം, അമ്മ എനിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ അമ്മ എനിക്ക് ഇങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ട്, ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്. അപ്പോൾ അവർ കൃത്യമായിട്ട് പറഞ്ഞുതരും. നിങ്ങൾ ഫോണിൽ കളി കൂടിയതുകൊണ്ടാണ് മോനെ മാർക്ക് കുറഞ്ഞത്, അല്ലെങ്കിൽ ഫോണിൽ കളി ഒന്ന് കുറച്ചേക്ക്, അതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്കൊരു ആശ്വാസം കിട്ടും. അതുപോലെ തന്നെ മോനൊന്നും രാത്രി ഈ സമയത്തൊക്കെ ഒന്ന് പഠിക്കുക, നിങ്ങളിങ്ങനെ ഈ സമയത്ത് TV കാണല്ലേ, ഈ സമയത്ത് റീല് കണ്ട് നിൽക്കല്ലേ, റീല് നിങ്ങൾ കണ്ടോ കുറച്ച് ടൈം, പക്ഷേ ഈ സമയത്ത് കാണല്ലേ. അങ്ങനെ നിങ്ങളുടെ പാരൻസിനാണ് അറിയുക നിങ്ങൾ ഇതാണെന്ന്. പക്ഷേ ചില പാരൻസ് നിങ്ങൾ കുറേ പഠിച്ചവരായിരിക്കും, നിങ്ങൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട്, ഒരുപാട് പഠിച്ചു കഴിഞ്ഞിട്ടും മാർക്കിലേക്ക് പാരൻസിന് മനസ്സിലാവും എന്ത് പറ്റി എൻ്റെ മോനിക്ക്, അല്ലെങ്കിൽ എന്ത് പറ്റി എൻ്റെ മോൾക്ക്, കുറേ പഠിക്കുന്നത് ഞാൻ കണ്ടതാണല്ലോ, കുറേ ഹോംവർക്കുകൾ എഴുതുന്നത് ഞാൻ കണ്ടതാണല്ലോ, പിന്നെ എന്താണ് പറ്റിയത്, പിന്നെയും ഈ മാർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അവൻക്ക് എന്താണ് മറവിയുടെ എന്തോ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ പഠിച്ചതൊന്നും ഓർമ്മയിൽ നിൽക്കുന്നില്ല. അപ്പോൾ പാരൻസ് ടീച്ചറോട് പോയിട്ട് കാര്യം പറയും, ഇങ്ങനെ ഇവൻ എങ്ങനെയാണ് ക്ലാസ്സിൽ, എങ്ങനെയാണ് അടിപൊളിയായിട്ട് തന്നെ ഉണ്ടോ, അല്ലെങ്കിൽ നന്നായിട്ട് ക്ലാസ് ശ്രദ്ധിച്ചിട്ട് ഇവന് ചോദിക്കുന്നതിനൊക്കെ ആൻസർ പറയുന്നുണ്ടോ. അപ്പോൾ ടീച്ചറും പറയും അതുപോലെ എന്തായിരിക്കും, ഇവന് നന്നായിട്ട് പഠിക്കുന്നുണ്ട്, ക്ലാസ്സിലൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്, പക്ഷേ 2 ദിവസം കഴിഞ്ഞ് ഇവനോട് അത് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവളോട് അത് ചോദിച്ചാൽ ഇവൾക്ക് എന്ത് കിട്ടുന്നില്ല, ആൻസർ കിട്ടുന്നില്ല. അപ്പോൾ 2 കൂട്ടരും കൂടി ഇങ്ങനെ ഒത്തുപോകുമ്പോൾ കൃത്യമായിട്ട് അവർക്കൊരു ധാരണ കിട്ടും, എന്താണ് മക്കൾ, എന്താണ് എൻ്റെ മോനെ, അല്ലെങ്കിൽ എന്താണ് എൻ്റെ മോള് പെട്ടെന്ന് പഠിച്ചതൊക്കെ മറന്നു പോകുന്നത്. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ ആര് കണ്ടെത്തി തരും, നിങ്ങളുടെ പാരൻസും നിങ്ങളുടെ ടീച്ചേഴ്സൊക്കെ കൂടി ഒരുമിച്ച് നിന്നുകൊണ്ട് അത് കണ്ടെത്തി തരും. പകരം നിങ്ങൾ ഇതൊന്നും പറയണില്ല, മറ്റേ 0 മാർക്ക് കിട്ടിയതിൻ്റെ ഇപ്പുറത്ത് 2 ഇട്ടിട്ട് 20 മാർക്ക് ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പുറത്ത് 3 ഇട്ടിട്ട് എനിക്ക് 30 മാർക്കുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് B ഗ്രേഡ് ആണ് കിട്ടുന്നില്ല, ഏതെങ്കിലും ഗ്രേഡ് കിട്ടിയാൽ അതിൻ്റെ ഇപ്പുറത്ത് പ്ലസ് ഇട്ടിട്ട് എനിക്ക് B+ ഉണ്ട്, അല്ലെങ്കിൽ A ആണ് കിട്ടിയതെങ്കിൽ അപ്പുറത്ത് എന്തായിരിക്കും പ്ലസ് ഇട്ടിട്ട് A+ ആണ്. ഇങ്ങനെ ഞാൻ ചെയ്ത കാര്യമായതുകൊണ്ടാണ്. അപ്പോൾ ഇനി എൻ്റെ മക്കൾ എന്ത് ചെയ്യരുത്, അതെനിക്കുണ്ടായ വലിയൊരു അബദ്ധമാണ്, വലിയൊരു അബദ്ധം തന്നെ പറയാം. കാരണം വീട്ടുകാർ നമ്മൾ വിചാരിക്കുന്നത് ഞങ്ങൾ ടോപ്പ്
പഠിപ്പിസ്റ്റാണെന്നൊക്കെ പറയും. അപ്പോൾ അത് ഒന്നാമത്തെ കാര്യം. പേപ്പർ കിട്ടിയ ഉടനെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം കൃത്യമായിട്ട് വീട്ടിൽ കൊണ്ടുപോയി പറയാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നിങ്ങളുടെ വീട്ടിൽ പോയിട്ട് പറയാം. എന്നിട്ട് നിങ്ങൾ കാണേണ്ട രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ്, ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് പാരൻസിൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ സർക്കാർ ഓണപ്പരീക്ഷ, ക്രിസ്മസ് പരീക്ഷ എന്നൊക്കെ പറഞ്ഞിട്ട് നടത്തുന്നത്. കാരണം പെട്ടെന്ന് തന്നെ വേണമെങ്കിൽ ഗവൺമെൻറ്റിന് ഒരുപാട് ചിലവ് ചുരുക്കാനും പറ്റും. എങ്ങനെ ഒറ്റ എക്സാം വെച്ചാൽ മതിയില്ലേ. പക്ഷേ ഗവൺമെൻറ് എന്തിനാണ്, അല്ലെങ്കിൽ സ്കൂൾ ആദ്യം ഒരു യൂണിറ്റ് ടെസ്റ്റ് വെക്കും, ഒരു ചാപ്റ്ററിൻ്റെത്. എന്നിട്ട് എന്തായിരിക്കും, അപ്പോൾ ആ ചാപ്റ്റർ പഠിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റുകുറ്റികൾ ഉണ്ടോ അത് തിരുത്തിയിട്ട് അടുത്ത എക്സാം ഓണപ്പരീക്ഷ കഴിഞ്ഞ് ക്രിസ്മസ് പരീക്ഷ, അത് കഴിഞ്ഞ് മെയിൻ എക്സാം. ഇതൊക്കെ എന്തിനാണ്, ചുവടുകളായിട്ട് കയറിപ്പോകാൻ. എവിടെയെങ്കിലൊക്കെ ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകൾ തിരുത്തി അടുത്ത എക്സാം എഴുതണം. അതിലും ഇനിയും തെറ്റുകളുണ്ടെങ്കിൽ ആ തെറ്റുകൾ തിരുത്തി അടുത്ത എക്സാം എഴുതണം. അതാണ് മെയിൻ എക്സാം. അതിന് വേണ്ടിയിട്ടാണ് ചെറിയ എക്സാമുകൾ ഓണപ്പരീക്ഷയാവട്ടെ ക്രിസ്മസ് പരീക്ഷകളാവട്ടെ വെച്ച് തരുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇനി മക്കൾ നിങ്ങൾ യാതൊരുവിധ വിഷമം വിചാരിക്കേണ്ട. നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് പേപ്പർ കിട്ടിയാൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ പാരൻസ് മീറ്റിങ്ങിൽ പോയി കഴിഞ്ഞാൽ എല്ലാ ടീച്ചേഴ്സിനും നിങ്ങൾ പാരൻസിനെ കൊണ്ട് കാണിപ്പിക്കുക. എനിക്കൊക്കെ ചെറിയ ക്ലാസ്സിലുണ്ടായതാണ്. ഉമ്മ വന്നിട്ട് എന്തായിരിക്കും, ക്ലാസ്സിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ ഉമ്മാൻ്റെ കയ്യും പിടിച്ചിട്ട് നമ്മൾ പോവാം, കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞെന്ന് പറയും. അപ്പോൾ എന്താ, മറ്റുള്ള ടീച്ചേഴ്സിനെ ഒന്നും കാണണ്ടല്ലോ ചിലപ്പോൾ. എന്നിട്ട് നമ്മളെ ഇഷ്ടമുള്ള ടീച്ചറിനെ മാത്രം കൊണ്ടുപോയി കാണിക്കും, പാരൻസ് മീറ്റിംഗ് കാണിക്കും. അപ്പോൾ ടീച്ചർ ഒരു കുഴപ്പമില്ല, ചിലപ്പോൾ മാർക്കുകൾ ചിലപ്പോൾ മലയാളത്തിലോ അല്ലെങ്കിൽ മാത്സിലോ ഏതിലെങ്കിലും ആവും. അപ്പോൾ അറിയും മാത്സ് ടീച്ചർ കുഴപ്പമില്ലല്ലോ, മാത്സിലൊക്കെ നല്ല മാർക്കുണ്ടല്ലോ. പകരം ചിലപ്പോൾ നമുക്കറിയാത്ത സബ്ജക്റ്റ് ആവും ഇംഗ്ലീഷ്. അപ്പോൾ ഇംഗ്ലീഷ് ടീച്ചറിനെ നമ്മൾ കൊണ്ടുപോയി ഉമ്മാൻ്റെ കൈ പിടിച്ചിട്ട് കൊണ്ടുപോയി ഒന്ന് കാണിച്ചു കൊടുക്കണം. എന്നിട്ട് നിങ്ങൾ പറയണം. അപ്പോൾ ഉമ്മ ചോദിക്കും മാർക്കൊക്കെ എങ്ങനെയുണ്ട് അല്ലെങ്കിൽ ക്ലാസ്. അപ്പോൾ പറയും, ആ ടീച്ചർ പറയും ഇംഗ്ലീഷിൽ മാർക്ക് കുറവാണല്ലോ. അപ്പോൾ നമുക്ക് ഉമ്മാക്ക് മനസ്സിലാക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ അമ്മക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവർക്ക് ബാക്കിയുള്ളതൊക്കെ ഓക്കെയാണ്, ഇംഗ്ലീഷാണ് മാർക്ക് കുറവ്. അപ്പോൾ ഒന്നാമത്തെ കാരണം എന്തുകൊണ്ടാണ്, ഇനി ഇംഗ്ലീഷ് ടീച്ചർ എങ്ങാനും അവിടെ മോശമായതുകൊണ്ടാണോ, അല്ലെങ്കിൽ മാത്സ് ടീച്ചർ എങ്ങാനും അവിടെ മോശമായതുകൊണ്ടാണോ, അല്ലെങ്കിൽ സോഷ്യൽ എടുക്കുന്ന ടീച്ചർ എന്തെങ്കിലും മോശമായതുകൊണ്ടാണോ, അല്ലെങ്കിൽ മറ്റുള്ള സബ്ജക്റ്റുകൾ എടുക്കുന്ന ടീച്ചർ എങ്ങാനും മോശമായതുകൊണ്ടാണോ, എല്ലാം അവിടെ വിലയിരുത്താം. അതൊന്നാമത്തെ കാര്യം. ഇനി ആ ടീച്ചേഴ്സൊക്കെ അടിപൊളി തന്നെയാണ്, പിന്നെ എന്തുകൊണ്ട് ഇവനിക്ക് ഇംഗ്ലീഷ് കിട്ടുന്നില്ല, പിന്നെ എന്തുകൊണ്ട് ഇവനിക്ക് മാത്സ് കിട്ടുന്നില്ല? ഇതിനും ഒരു സൊല്യൂഷൻ ആർക്ക് കണ്ടെത്തി തരാൻ പറ്റും? നമ്മുടെ പാരൻസിന് കണ്ടെത്തി തരാൻ പറ്റും. അപ്പം നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യം, പേപ്പർ കിട്ടിയ ഉടനെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇത് ചെയ്തു കഴിഞ്ഞാൽ അടുത്തൊരു സൊല്യൂഷൻ നമ്മുടെ പാരൻസ് എന്തായാലും നമ്മുടെ മക്കളല്ലേ, അല്ലെങ്കിൽ നമ്മുടെ ഉമ്മയല്ലേ, അങ്ങനെ തന്നെ അവർ ചിന്തിക്കുള്ളൂ. അല്ലെങ്കിൽ എന്താണ്, ഈ കുട്ടികളുടെ ഉമ്മയല്ലേ ഞാൻ, അല്ലെങ്കിൽ ഈ കുട്ടിയുടെ ഉപ്പയല്ലേ ഞാൻ, എത്ര വഴക്ക് പറഞ്ഞാലും അവരെ ഒന്ന് ചേർത്ത് പിടിക്കാനേ നമ്മളെ പാരൻസ് നോക്കുള്ളൂ. അപ്പോൾ ആ പാരൻസിനെ നിങ്ങൾ പറ്റിക്കാതിരിക്കുക, ആ പാരൻസിൻ്റെ വിശ്വാസം നിങ്ങൾ മുതലെടുക്കാതിരിക്കുക, അവരോടെല്ലാം തുറന്നു പറയുക. അവരിൽ നിന്ന് കിട്ടുന്ന സൊല്യൂഷനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സൊല്യൂഷൻ എന്ന് മനസ്സിലാക്കുക. അവർ കാണിച്ചു തരുന്ന പരിഹാരം തന്നെയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ പരിഹാരം. കാരണം മറ്റാരും കാണിച്ചു തരാമെന്ന്, അല്ലെങ്കിൽ മറ്റാരും എന്ത് പ്രശ്നങ്ങളിൽ പെട്ടുകഴിഞ്ഞാലും നമ്മളെ സഹായിക്കുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ നമ്മുടെ പ്രശ്നങ്ങൾ സഹായിക്കുന്ന ഒരു ഫാക്ടർ അല്ലെങ്കിൽ ഒരു ജീവനുണ്ടെങ്കിൽ അത് നമ്മുടെ പാരൻസ് ആണെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് മക്കളെ, നമ്മുടെ പാരൻസിനെ ആരും പറ്റിക്കാതിരിക്കുക, അവരുടെ ഇടയിലുള്ള വിശ്വാസം നമ്മൾ മുതലെടുക്കാതിരിക്കുക. മുന്നോട്ട് തന്നെ പോവുക, ഹാപ്പിയായ അടിപൊളിയാ. ബൈ ബൈ.